നിങ്ങളില്ലേ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ഏതാന്ന്? എന്നിട്ട് അവരില്ലേ അത് നല്ല പോലെ അത്രത്തോളം സന്തോഷത്തോടു കൂടി കഴിക്കലുണ്ടാ. അപ്പൊ എൻ്റെ മക്കൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇല്ലേ ഇതൊന്ന് കണ്ടിട്ട് നോക്കുക കേട്ടാ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടാ. ഫസ്റ്റ് ഞാൻ ചിക്കൻ്റെ ബോൺലെസ് ആയിട്ടുള്ള 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനിതാ ഫോർക്ക് വെച്ചിട്ട് നല്ല അറഞ്ചം പൊറഞ്ചം ഇങ്ങനെ കുത്തി കുത്തി കുറച്ച് ഹോളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി നമുക്ക് മസാലയെല്ലാം ചേർത്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കണക്കൊന്നും പറയുന്നില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി, പിന്നെ നമ്മുടെ നാരങ്ങ നീരില്ലേ ചെറുനാരങ്ങൻ്റെ നീര് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രീസറിൻ്റെ അകത്താണ് കേട്ടോ വെക്കുന്നത്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് എയർ ഫ്രൈയിലാണ് കേട്ടോ. ഞാൻ വന്നിട്ട് ഇതുവരെ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ലേനു. ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് കേട്ടോ ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. മണിച്ചിത്രത്താഴിലെ നാഗവല്ലിൻ്റെ അതേ അവസ്ഥയാണ് കേട്ടോ എനിക്ക് ശരിക്കും. അപ്പം നമ്മളെ കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇക്ക ഇതിൻ്റെ അകത്തേക്ക് ഒളിപ്പിച്ച് വെച്ചാന്ന് കേട്ടോ. പിന്നെ ഇതാ എനിക്ക് ഇങ്ങനത്തെ മിഠായിയെല്ലാം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പാട് തന്നെ തിന്ന് തീർക്കും ചെയ്യും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റേ പീനട്ടിൻ്റെ ഒരു മിഠായില്ലേ അതാണ് കേട്ടോ എടുത്തിട്ട് തിന്നുന്നത്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതാ കുറച്ച് ഓയിൽ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഇടുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്യാണ്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതാ പിന്നെ ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലാണ് നിന്ന് കൊടുത്തിട്ടുള്ളത്, അത് അവിടെ കിടന്നിട്ട് കുക്ക് ആയിക്കോളും. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡി ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം കുക്കാകാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ഇതാ കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനെ ഞാനൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനില്ലേ ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും തന്തൂരി മയോണൈസാണ് കേട്ടോ. ഇത് പിന്നെ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ മയോണൈസും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി സാൻഡ്വിച്ച് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ 2 ബ്രെഡ് സ്ലൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് മയോണൈസോ സോസോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഡയറക്റ്റ് തന്നെ നമ്മുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് 2 പീസ് ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഓരോ പീസ് ബ്രെഡ് കൂടി വെച്ചിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേനു. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫില്ലിങ്സിൻ്റെ അകത്തേക്ക് കുക്കുംബറും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനതൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ മക്കൾക്കിനി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കലാന്ന് കേട്ടോ. ഒരെണ്ണം കഴിക്കുമ്പോഴേക്ക് തന്നെ നമ്മുടെ വയറ് നന്നായിട്ട് ഫില്ലാകും കേട്ടോ. ഇനിയിപ്പോൾ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കും വേണ്ട കേട്ടോ. സംഭവം സെറ്റാന്ന്, സൂപ്പറാന്ന് കേട്ടോ. ഇത് ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ലേനുവാ, നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കറാം, അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മക്കളുടെ ഫീഡ്ബാക്ക് ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ബൈ.